ചേട്ടാ പ്രചരണം ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞ് ഈ ഘട്ടത്തിലുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണ തുടിക്കുന്ന വിദ്യാലയത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ യുവതലമുറ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പസിലെ ആവേശകരമായ സ്വീകരണം. തീർച്ചയായും ഇടതുപക്ഷത്തിന് അനുകൂലമാണ് തരംഗം എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന ജനമുന്നേറ്റം. അതിന് കാരണം മറ്റൊന്നുമല്ല, BJPയും കോൺഗ്രസും ജനങ്ങൾ തിരസ്കരിക്കുകയാണ്. ഒന്ന്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് രണ്ടു കൂട്ടർ സ്വീകരിക്കുന്നത്. BJPയും കോൺഗ്രസും ഗാന്ധി ഘാതകരും ഗാന്ധി ശിഷ്യന്മാരുമാണ്. അവരിപ്പോൾ അകപ്പെട്ട ഊരാക്കുടുക്ക് ചെറുതല്ല. ഇലക്ടറൽ ബോണ്ട് എന്ന ഓമന പേരിൽ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ കള്ളപ്പണമാണ് ഈ രണ്ട് പാർട്ടികൾക്ക് ഒഴുകിയെത്തിയത്. BJPക്ക് ഇപ്പം കിട്ടിയതായി പറയുന്ന 7000 കോടിക്കടുത്ത, കോൺഗ്രസ് പിന്നെ ഭരണേലം പോയതോടുകൂടി ഈ പല്ലുകൊഴിഞ്ഞ സിംഹം പോലെയായി പോയല്ലോ. അപ്പം അതുകൊണ്ടാണ് അവർക്ക് 1334 കോടി. പക്ഷെ ഒരു കാര്യം നമ്മൾ കാണണം, ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ആരാണ് അവർക്ക് പൈസ തന്നതെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. ബാക്കി 10 രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന പാർട്ടികളാണ് ഇന്ന ആളുകളാണ് സംഭാവന നൽകിയത്. CPIMനെ സംബന്ധിച്ചിടത്തോളം ഒരു നയാപ്പൈസ വാങ്ങാത്തത് കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അങ്ങ് എഴുതി കൊടുക്കാൻ കഴിഞ്ഞു. CPIMൻ്റെ ജനറൽ സെക്രട്ടറി ഞങ്ങൾ ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല, ഇനി ആരും തരുകയും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയത്തെ പണാധിപത്യമാക്കി മാറ്റി ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഹീനമായ നീക്കമാണ് ഈ കള്ളപ്പണത്തിൻ്റെ വരവ്. ഈ കള്ളപ്പണം ഇത്രയും ഈ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയിട്ട് കോൺഗ്രസിൻ്റെയും BJPൻ്റെ ഓഫീസ് ED റെയ്ഡ് ചെയ്തോ? ഇതൊരു ചോദ്യമല്ലേ. ED എവിടെയെല്ലാം എത്തുന്നുണ്ട്? കള്ളപ്പണം തടയാനാണ് ED. പക്ഷേ ആ ED BJPയുടെയും കോൺഗ്രസിൻ്റെയും മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിയുന്ന ജനത ഇടതുപക്ഷത്തെയാണ് തിരഞ്ഞെടുക്കുക. ഇടതുപക്ഷം ജനങ്ങൾക്ക് നന്മ മാത്രമേ നൽകിയിട്ടുള്ളൂ, തിന്മയൊന്നും ഇടതുപക്ഷത്തിൽ ഇപ്പോൾ പറയാനില്ല. ഇടതുപക്ഷത്തെ വരവേൽക്കാനുള്ള അത്യുത്സാഹമാണ് യുവതലമുറയിലടക്കം കാണുന്നത്. പ്രത്യേകിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ ആവേശപൂർവ്വം ചെറുപ്പക്കാരാണ് രംഗത്ത് വരുന്നത്. ചെറുപ്പക്കാർ പറയുന്ന കാര്യം എന്താ? ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒന്നാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പരിപാവനമായ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് എല്ലാവരും ഉറക്കെ പറയണം, ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യത്വം. അതിനുവേണ്ടിയാണ് ഇടതുപക്ഷവും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ അണിനിരക്കണമെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം ഏറ്റെടുക്കുന്നതിൻ്റെ കൂടി ഭാഗമാണ്. കണ്ണൂർ എന്തായാലും ഈ ആത്മവിശ്വാസം തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന ജയരാജനുള്ളത്. എന്തായാലും ഒരു ജയപ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിലും നമുക്ക് തോന്നുന്നത്. ആൾക്കാരൊക്കെ സംവദിക്കുമ്പോൾ അവരുടെ പ്രതികരണമൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെയുള്ള പ്രതികരണം, അത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണമാണ് ഊർജം. ഒരു പൊതുപ്രവർത്തകന് വേണ്ടത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ജയിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ പറയുന്നത്.